വല്യമ്മച്ചി കിച്ചണിലേക്ക് ഓടിക്കയറി വന്നവൾ ഒരു നിമിഷം നിന്നു. പരിങ്ങലോടെ നീരജയെ അടിമുടി നോക്കി. ഒരുപാട് തടിച്ച ശരീരപ്രകൃതമല്ല, നല്ല വെളുത്ത് നീണ്ട മുഖം, പുരികം ഷേപ്പ് ചെയ്തിട്ടുണ്ട്. നടുവിലായി ഒരു കുഞ്ഞു പൊട്ട്, ബൺ ചെയ്തു വെച്ച മുടി. സിമ്പിൾ കോട്ടൺ സാരിയാണേലും നല്ല വില വരും. ഫുൾ സ്ലീവ് ബ്ലൗസുമാണ് വേഷം. ഇതാരാ? സംശയത്തോടെ വല്യമ്മച്ചിക്ക് അരികിലേക്ക് നടന്നു. വല്യമ്മച്ചി പതിയെ കയ്യിൽ തോണ്ടി. എന്താടി കൊച്ചേ? നീരജയുടെ മുഖം തിളങ്ങി, ചുണ്ടുകൾ വിടർന്നു. അവളുടെ കുഞ്ഞു മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. നിഷമോൾ ഇതാണോ അമ്മച്ചി? ഹാ, ഇതാണ് എൻ്റെ അച്ചായൻ്റെ മാലാഖ. അവൾ നിറഞ്ഞു ചിരിച്ചു. ഇതാരെന്ന് മനസ്സിലായോ കൊച്ചേ? നിഷയുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിക്കുമ്പോൾ വല്യമ്മച്ചിയുടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ച് കുഞ്ഞുകുട്ടിയെപ്പോലെ അവൾ നിന്നു. ഇല്ല, ആരാ? ഇതാണ് എൻ്റെ സാമുവലിൻ്റെ കെട്ടിയോൾ. പേര് നീരജ. പിന്നെ ഒരു മകൻ കൂടിയുണ്ട്, ഡെന്നി സാമുവൽ. വല്യമ്മച്ചി പറഞ്ഞ ഡോക്ടർ ഇതാണല്ലേ മുംബൈയിൽ? അവളുടെ പതിഞ്ഞ സ്വരം. നീരജ തലകുലുക്കി. നിഷ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? അവളുടെ മുഖം പെട്ടെന്ന് ഇരുണ്ടു. രാവിലെ കണ്ട ആളും ഇത് തന്നെയാ ചോദിച്ചത്. നിരാശയോടെ തല ചരിച്ച് വല്യമ്മച്ചിയെയും മേരിക്കുട്ടിയെയും നോക്കി. ചിരിക്കല്ലേ മേരിയമ്മ? കെറിവോടെ കവിൾത്തടം വീർത്ത് വന്നു. നീരജ അവളുടെ കവിളിൽ പതിയെ തഴുകി. എന്തു പറ്റി? കുട്ടി പിണങ്ങിയോ? കർത്താവേ, വീണ്ടും കൂട്ടി. തല താഴ്ത്തി സ്വയമൊന്ന് നോക്കി. ഇങ്ങനെ ഇടയ്ക്ക് നോക്കുന്നത് നല്ലതാ. സമയത്തിന് ആഹാരം കഴിക്കില്ല, എന്നാൽ കഴിക്കുന്നത് വയറ് നിറച്ച് കഴിച്ചിരുന്നാൽ ശരീരത്ത് പിടിക്കുമായിരുന്നു. അതുമില്ല. വല്യമ്മച്ചിയുടെ ശബ്ദം കടുത്തു. ഞാനേ നഴ്സിംഗ് തേർഡ് ഇയർ ആണ്. പേര് നിഷാനി. ആണോ? കണ്ടാൽ പറയില്ല, ഒരു കുഞ്ഞു മാലാഖയെ പോലെ. നീരജ അവളെ ഇഷ്ടത്തോടെ ചേർത്ത് പിടിച്ചു. നിഷാനി നല്ല പേര്, എൻ്റെ മേരിയമ്മ ഇട്ടതാ. സന്തോഷത്തിൽ പറഞ്ഞു. പെട്ടെന്ന് തന്നെ വേദനയുടെ മുഖം താഴ്ന്നു. മേരിക്കുട്ടിയുടെ മോളാണോ ഇത്? ചെറിയൊരു സാമ്യമുണ്ട്. മേരിയൊന്ന് ഞെട്ടി. നിഷ നീരജയിൽ നിന്നും അകന്നു മാറി പുറത്തേക്ക് നടന്നു. മോളെ, വേണ്ട നീരജ, അവൾ ഇനി നിൽക്കില്ല. റൂമിലേക്കാ പോയത്. എന്താ അമ്മച്ചി, ഞാൻ എന്തേലും? നീരജ മേരിക്കുട്ടിയുടെ നിറഞ്ഞു വരുന്ന കണ്ണിലേക്ക് നോക്കി നിന്നു. നിഷാനി എൻ്റെ മോളാ, അങ്ങനെ പറഞ്ഞ വളർത്തിയത്. പക്ഷേ ചുണ്ടുകൾ വിതുമ്പുമ്പോൾ ശബ്ദം പുറത്തേക്ക് വരാതെ പിടച്ചു. പതിയെ അടുക്കള വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. സാരിത്തുമ്പാൽ കണ്ണുകൾ അമർത്തി തുടച്ചു. മേരിക്കുട്ടിയെപ്പറ്റി സാമുവൽ എന്തേലും പറഞ്ഞിട്ടുണ്ടോ കൊച്ചേ? ഇച്ചായന് അവളെന്നും പെങ്ങളായിരുന്നു, അങ്ങനെ കണ്ടിട്ടുള്ളൂന്ന്. ഹാ, ഞങ്ങൾക്കാ തെറ്റുപറ്റിയത്. അച്ചായൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാ തോമസ് ചാണ്ടി, മേരിക്കുട്ടിയുടെ അപ്പൻ. അച്ചായനും ചാണ്ടിയും അവരുടെ ബന്ധം അത് ഉരുക്ക് പോലെ ഉറച്ചിരുന്നു. അങ്ങനെ സാമുവലിന് മേരിക്കുട്ടി വാക്ക് കൊടുത്തു അവർ. മറിയാമ്മ, വിശക്കുന്നു. സൂസന്റെ ശബ്ദമുയർന്നു. അമ്മച്ചി സംസാരം നിർത്തി. ഇനി പിന്നെ പറയാൻ കൊച്ചേ. അവള് കേട്ടാൽ പിന്നെ അതേല് പിടിച്ച് കയറും. വകതിരിവില്ലാത്തൊരു ജന്മമാണ്. പക്ഷേ എനിക്കെല്ലാം അറിയണം. ഞാൻ കാരണമാണോ മേരി കരഞ്ഞത്? അവൾക്ക് സാമുവലിനെ ഇഷ്ടമായിരുന്നോ? എന്തോ വല്ലാത്ത വിഷമമുണ്ട്. ഒന്നും എനിക്കറിയില്ലായിരുന്നു. വല്യമ്മച്ചി നീരജയുടെ തോളിൽ പതിയെ തട്ടി. പറയാനാണേൽ ഒത്തിരി ഉണ്ട് കൊച്ചേ, എല്ലാം സമയം പോലെ പറയാം. അമ്മച്ചി ഡൈനിങ് ഹാളിലേക്ക് നടന്നു. പിന്നാലെ നീരജയും. സൂസനും ഐസക്കും സാമുവലും നാൻസിയും ജാസ്മിനും ഇരിക്കുന്നുണ്ട്. അമ്മച്ചി ഒരു ചെയർ നീക്കിയിട്ട് നീരജയെ നോക്കി. ഇരിക്ക്. അത് ഡെന്നി വന്നില്ലല്ലോ, ഞാൻ അവനെ വിളിച്ചിട്ട് വരാം. അമ്മച്ചി ഇരിക്ക്. നീരജ സ്റ്റെപ്പിന് നേർക്ക് നടന്നു. എടി, ഇതാണ് പറ്റിയ അവസരം. നീ പോയി വിളിക്കാന്ന് പറ. കുറച്ച് തേനും പാലും ചേർത്തോ, ജാസ്മിൻ പതിയെ പറഞ്ഞു. ആൻറ്റി, ഇച്ചായനെ ഞാൻ പോയി വിളിച്ചിട്ട് വരാം. നാൻസി എഴുന്നേറ്റു. ഞാനും വരുവാ, ഞങ്ങൾ പോയി വിളിക്കാം. ആൻറ്റി ഇരുന്നോ. ജാസ്മിനും നാൻസിക്കൊപ്പം കൂടി. വല്യമ്മച്ചി രണ്ടുപേരെയും ചുഴിഞ്ഞു നോക്കി. അയ്യോ, അത് വേണ്ട മക്കളെ. അതെന്താ ചേട്ടത്തി, അവർ പോയി വിളിച്ചാൽ? സൂസൻ കടുപ്പത്തിൽ ചോദിച്ചു. അത് ചെക്കനൊരു പ്രത്യേക സ്വഭാവമാണ്. റൂമിൽ ആരും കയറുന്നതോ അവൻ്റേതെന്ന് അവകാശപ്പെടുന്നതിൽ തൊടുന്നതോ ഇഷ്ടമല്ല. അതൊരു കളിപ്പാട്ടമായാൽ പോലും. കുഞ്ഞിലെ ഇതാ ശീലം. ഒറ്റ കുരുവിയായി വളർന്നതല്ലേ, അതിൻ്റെയാ. നീ കാര്യാക്കണ്ട കൊച്ചേ, അവർ പോയി വിളിക്കട്ടെ. അല്ല അമ്മച്ചി, ഇഷ്ടപ്പെടാത്തത് ചെയ്താൽ അവൻ എങ്ങനെ പ്രതികരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഓ, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. പിള്ളേരെ, കാഴ്ച കണ്ട് നിൽക്കാതെ ചെക്കനെ വിളിച്ചിട്ട് വാ.
ശരി വല്യമ്മച്ചി. രണ്ടും സ്റ്റെപ്പുകൾ ഓടിക്കയറി. ഹാ, ചെന്ന് കയറി കൊടുക്കടി മക്കളെ, വയറ് നിറച്ച് കിട്ടട്ടെ. ഇത്തിരി ഇളക്കം കൂടുതലാ, അത് ഇന്നത്തോടെ മാറും. അമ്മച്ചി എന്തേലും പറഞ്ഞായിരുന്നോ? ഹേയ്, ഞാൻ എന്തു പറയാനാ സൂസൻ. അല്ലേ ഏട്ടത്തി, അപ്പോൾ ഡെന്നി ഇത്തിരി വെടക്കാണല്ലേ, ആരെയും അടുപ്പിക്കില്ലാന്ന് സാരം. ഏയ് അങ്ങനെയല്ല സൂസൻ, ആള് പാവാണ്. അവന് ഒരു ഫ്രണ്ടുണ്ട്, നോർത്ത് ഇന്ത്യനാണ്. ആ കുട്ടിയെ വലിയ ഇഷ്ടാ. രണ്ടുപേരും ഒരു റൂമിൽ കിടക്കും, അടികൂടും, ഫോൺ മാറി മാറി ഉപയോഗിക്കും, അത്രയ്ക്കും ഇഷ്ടം. മറ്റാരുമായും വലിയ അടുപ്പമില്ല. മറിയാമോ, എൻ്റെ കൊച്ചിനെ വിളിച്ചിട്ട് വാ, കഴിക്കാൻ വരാൻ പറ. എന്തിനാ അമ്മച്ചി, അവള് സമയം പോലെ കഴിക്കുമല്ലോ, ആവശ്യമില്ലാത്ത നിർബന്ധങ്ങൾ. സക്രിയ പല്ല് കടിച്ചു. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാനാ എൻ്റെ കെട്ടിയോൻ ഇത്രയും വലിയ ഊണുമേശ മേടിച്ചിവിടെ ഇട്ടത്. അപ്പോൾ അവളും ഇരിക്കും. അമ്മച്ചിയിൽ ഗൗരവം. സക്രിയ ദേഷ്യത്തോടെ സൂസന് നേരെ തിരിഞ്ഞു. എടി, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി വിളിക്കാം. ഇന്നൊരു ചിരി കിട്ടിയതല്ലേ, പിന്നെ ഈ ഡ്രസ്സിൽ ഞാൻ സുന്ദരിയാണോ? തോൾ വരെ ലെയർ കട്ട് ചെയ്ത മുടിയെ ഒന്നുകൂടി വിടർത്തിയിട്ടു. സൂപ്പർ. ജാസ്മിൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. പില്ലോയിൽ മുഖം അമർത്തി കമിഴ്ന്നു കിടക്കുന്നവനെ നോക്കി നിന്നു. സോ ക്യൂട്ട്. ആ പെണ്ണും പിള്ള ചുമ്മാ ഓരോന്ന് പറയുന്നതാ. ഈ ഉറങ്ങിക്കിടക്കുന്ന ആളിനെ കണ്ടാൽ പാവം പോലെ തോന്നുവാ. അവന് അരികിലേക്ക് നടന്നു. ഡെന്നി. ഷോ, അത് വേണ്ട. ഡെന്നിച്ച, ഉറക്കെ വിളിച്ചു. ഷോൾഡറിൽ ഒരു തണുപ്പ്. അവൻ കണ്ണുകൾ മുറുകെ അടച്ചു. അമ്മ പ്ലീസ്, ഒന്ന് ഉറങ്ങിക്കോട്ടെ, മൃദുവായി പറഞ്ഞു. ഡെന്നിച്ച. അവൻ്റെ പുരികക്കൊടികൾ ഒന്ന് വളഞ്ഞു. കടപ്പല്ലിനെ അമർത്തി ഞെരിച്ചു. ഷോൾഡറിൽ അമർന്ന കൈയെ തട്ടി മാറ്റിക്കൊണ്ട് കണ്ണുകൾ തുറന്നു. ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. നീ എന്താ ഇവിടെ? ആരോട് ചോദിച്ചിട്ടാ എൻ്റെ റൂമിൽ കയറിയത്? അവൻ്റെ ആ നേരത്തെ ഭാവം. പേടിയോടെ അവൾ പിന്നിലേക്ക് നീങ്ങി. അത് ആൻറ്റി പറഞ്ഞിട്ടാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. വിക്കലോടെ പറയുമ്പോൾ അവൻ കൈ ഉയർത്തി തടഞ്ഞു. കടക്ക് പുറത്ത് വാതിലിന് നേർക്ക് വിരൽ ചൂണ്ടി. ഡെന്നിച്ച, സ്റ്റോപ്പ് ഇറ്റ്. അലറും പോലുള്ള സ്വരം. ഡൈനിങ് ടേബിളിൽ ഇരുന്നവരെല്ലാം ഒന്ന് ഞെട്ടി. നീരജ ചെയറിൽ നിന്നും ചാടി എഴുന്നേറ്റു. അമ്മച്ചി. ആ, എന്തായാലും ചെന്നു. ഇനി വാങ്ങിയിട്ട് വരട്ടെ. നമ്മളും കൂടി ചെല്ലണ്ട, അവരിങ്ങ് വരും. വല്യമ്മച്ചി ലാഘവത്തിൽ പറയുമ്പോൾ സൂസന്റെ മുഖം വീർത്ത് കെട്ടി. ഇനി മേലിൽ എന്നെ അങ്ങനെ വിളിക്കരുത്. ഗെറ്റ് ഔട്ട് ഐസേ. പുറത്തുനിന്ന നാൻസി വിറയലോടെ ചുവരിൽ ചാരി നിന്നു. കർത്താവേ, ഇത് ചെകുത്താനോ മറ്റോ ആണ്. പെണ്ണൊന്ന് വന്നേൽ ഓടി രക്ഷപ്പെടാമായിരുന്നു. ഡോർ തുറന്ന് ജാസ്മിൻ ഇറങ്ങി. നീ വാ, അയാളിപ്പോൾ വരും. നാൻസി അവളുടെ കയ്യിൽ പിടിച്ച് റൂമിന് നേർക്ക് നടന്നു. അകത്തേക്ക് കയറി ഡോർ ലോക്കിട്ടു. ഇതിൻ്റെ എന്തേലും ആവശ്യം ഉണ്ടായിരുന്നോ? നാൻസി കയർത്തു. ജാസ്മിൻ്റെ മുഖം സങ്കടത്തിൽ വിറച്ചു. എനിക്ക് അവനെ വേണം. അതിന് ഏതു മാർഗവും ജാസ്മിൻ സ്വീകരിക്കും. താഴെ എല്ലാവരും കേട്ട് കാണില്ലേ? നാണം കേട്ടു ഞാൻ. ഇതിന് പകരം വീട്ടും. പോട്ടെ, സാരമില്ല ജാസ്മി. എന്തായാലും വാ, താഴേക്ക് പോകാം. ഞാനില്ല, നീ പോയിക്കോ. അത് പറ്റില്ല ജാസ്മി. ഇപ്പം നീ ഒളിച്ചാൽ അവനെ പേടിച്ചിട്ടാണ് എന്ന് കരുതും. അത് പാടില്ല. ഈ ഡെന്നി ആരാ, എന്താ എന്നൊക്കെ അറിയണ്ടേ? അറിയണം. എന്നാ വാ. രണ്ടുപേരും റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്ന ഡെന്നിയെ കണ്ട് വല്യമ്മച്ചി ചിരി അമർത്തി. ഇത് ഒറ്റ കുരുവിയൊന്നും അല്ല, ഒറ്റക്കൊമ്പൻ. ഡെന്നി ആരെയും നോക്കാതെ ഒരു ചെയർ വലിയ ശബ്ദത്തിൽ പിന്നിലേക്ക് നീക്കി. എന്താടാ മക്കളെ, നിന്നെ വിളിക്കാൻ വന്ന പിള്ളേരെന്തിയേ? അറിയില്ല വല്യമ്മച്ചി. കടുത്ത സ്വരം. രണ്ടുപേരും താഴേക്ക് വന്നു. സൂസന് അരികിലായിരുന്നു. മറിയാമ്മ എല്ലാവർക്കും ഫുഡ് പകർന്നു. ഹാ, സങ്കടമൊക്കെ മാറിയോ മോളെ? വാ, ഇവിടെ ഇരിക്ക്. നീരജ സ്നേഹത്തോടെ വിളിച്ചു. എന്ത് സങ്കടം? ഒന്നുമില്ല. താഴ്ന്ന സ്വരം. പ്ലേറ്റിലേക്ക് നോക്കിയിരുന്ന ഡെന്നിയുടെ ചെവി രണ്ടും കൂർത്തു. വിരലുകളിൽ ഒരു വിറയൽ. കയ്യിലിരുന്ന ഒരു പീസ് ബീഫ് റോസ്റ്റ് പ്ലേറ്റിലേക്ക് തന്നെ വെച്ചു. പതിയെ തല ഉയർത്തി ആ മുഖത്തേക്ക് നോക്കിയ നിമിഷം അവളുടെ നോട്ടവും അവനിൽ തന്നെ ഉടക്കി നിന്നു. ഇത് അയാളല്ലേ? എന്താ ഇവിടെ? കണ്ണുകൾ പിടപ്പോടെ പിൻവലിച്ചു. ഇതാണ് നിഷമോള്, രാവിലെ കുടിച്ച ജ്യൂസ് ഉണ്ടാക്കിയ ആള്. മറിയാമ്മ ഉറക്കെ പറയുമ്പോൾ അവൻ്റെ മുഖം ഗൗരവത്തിൽ ഒന്നുകൂടി വീർത്തു. അവൾ വെപ്രാളത്തോടെ നീരജയ്ക്ക് അരികിലായിരുന്നു. തലയെത്തിച്ച് അപ്പുറത്തിരിക്കുന്ന ഡെന്നിയെ ഒളിഞ്ഞു നോക്കി. ആൻറ്റി, അതാരാ? രഹസ്യം പോലെ ചോദിച്ചു. എൻ്റെ കൊച്ചേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സാമുവലിൻ്റെ മകൻ. അതാണ് ആള്, ഡെന്നി സാമുവൽ.
വല്യമ്മച്ചി ഉച്ചത്തിൽ പറയുമ്പോൾ നിഷയുടെ മുഖം താഴ്ന്നു. കർത്താവേ, ഇനിയിപ്പോൾ എന്താ ചെയ്യാ? രാവിലെ എന്തൊക്കെയോ പറഞ്ഞു. അയാൾക്ക് ദേഷ്യം വന്നത് എല്ലാം കൂടി എൻ്റെ നെഞ്ചത്താണല്ലോ. അവൾ ആലോചനയുടെ പ്ലേറ്റിൽ വിരലിട്ട് കളം വരച്ചു. ഡെന്നിയുടെ കണ്ണുകൾ നിഷയുടെ ഓരോ പ്രവൃത്തികളും ഒപ്പിയെടുക്കുന്ന തിരക്കിലാണ്. ഒരേ വീട്ടിൽ ഈ ബാർബി ഡോൾ എനിക്ക് പണിയാകും. ഇനി കാണില്ല എന്ന് കരുതിയതാ, പക്ഷെ കർത്താവ് എൻ്റെ മുന്നിൽ തന്നെ കൊണ്ടെത്തിച്ചു. അതിനർത്ഥം എന്താ? അവൻ്റെ ചുണ്ടിൽ ആർക്കും കാണാൻ കഴിയാത്ത, ഹൃദയത്തെ ത്രസിപ്പിക്കുന്ന ഒരുതരം വശ്യമായ ചിരി. മമ്മ, ചോദിക്ക്. നാൻസി സൂസന്റെ കാലിൽ അമർത്തി ചവിട്ടി. ചേട്ടത്തി കുട്ടികളുടെ ഡോക്ടറാണെന്നറിയാം. ഡെന്നി എന്ത് ചെയ്യുവാം? പെട്ടെന്ന് സൂസൻ ചോദിച്ചു. ശരിയാ, ഞാനും അതങ്ങ് വിട്ടു. നിനക്ക് മുംബൈയിൽ എന്ത് ജോലി അടച്ചക്ക? ഒരു ജോലിയില്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുവാണേൽ ഇവിടെ അങ്ങ് കൂടിക്കോ. വല്യപ്പച്ചൻ്റെ ബിസിനസ് നോക്കി നടത്താം. ത്രേസ്യാമ്മയുടെ വാക്കുകൾ സക്രിയ ഒന്ന് ഞെട്ടി. അത് ശരിയാ അമ്മച്ചി പറഞ്ഞത്. ട്രാവൽസിലെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ വേണമായിരുന്നു. ഐസക്ക് പറയുമ്പോൾ സൂസൻ അയാളെ രൂക്ഷമായി നോക്കി. ദേ മനുഷ്യ, മിണ്ടാതിരുന്നു. അവർ പല്ലിറുമി. നീരജ ഡെന്നിയെ നോക്കി ചിരിച്ചു. ഞാൻ ഡോക്ടറാണ് വല്യമ്മച്ചി. സ്വന്തമായി ഒരു ഹോസ്പിറ്റലുണ്ട്. അതുകൊണ്ട് ഉടനെ എനിക്ക് പോയേ പറ്റൂ. പേഷ്യൻസ് ഒരുപാടുള്ളതാ. അവർ വയലൻ്റ് ആകും. കടുപ്പത്തിൽ പറയുമ്പോൾ നിഷ വായും പൊളിച്ചിരുന്നു. പേഷ്യൻസ് എന്തിനാ വയലൻ്റ് ആകുന്നത്? വേറെ ഡോക്ടർമാരില്ലേ? സക്രിയയ്ക്ക് സംശയം. ഡോക്ടേഴ്സ് ഉണ്ട്, പക്ഷെ അവർക്ക് ഞാൻ തന്നെ വേണം. വല്യമ്മച്ചിയുടെ മുഖം ചുളിഞ്ഞു. മക്കളെ, നീയും സാമുവലിനെ പോലെ സൈക്കാട്രിക് ഡോക്ടറാണോ? ആണ്. ഓ, അപ്പോൾ മെൻ്റൽ ഹോസ്പിറ്റൽ സ്വന്തമായി ഉണ്ട്. ചുമ്മാതല്ല ഈ സ്വഭാവം. ഭ്രാന്തന്മാർക്കൊപ്പമാണ് താമസം അല്ലേ? സൂസൻ കളിയാക്കലോടെ ഉറക്കെ ചിരിച്ചു. ഹാ അതെ, ഭ്രാന്തികളുമുണ്ട്. പോകുമ്പോൾ ഒപ്പം പോരെ. ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നല്ലതാ. ഇനിയും സൂക്ഷിച്ചില്ലേൽ കടുക്കും. ഗൗരവത്തിൽ പറഞ്ഞ് ചേറിൽ നിന്നും എഴുന്നേറ്റ് വാശേരിയിലേക്ക് നടന്നു. സൂസൻ ചൂളിയതുപോലെ ഇരുന്നു. നിഷ ചുണ്ട് കടിച്ചു പിടിച്ചു. എന്താടി, മെൻ്റൽ ഡോക്ടർക്ക് എന്താ കുഴപ്പം? ഭ്രാന്തും ഒരസുഖമാ. ചികിത്സിച്ചാൽ ഭേദമാകുന്നത്. പക്ഷേ നിന്റെ ഭ്രാന്ത് ചികിത്സിച്ചാലും മാറില്ല. അമ്മച്ചി, മിണ്ടി പോകരുത്. കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്ക്. അവളുടെ ഒരു കളിയാക്കി ചിരി. ത്രേസ്യാമ്മ പുച്ഛത്തോടെ മകൾക്ക് നേരെ ചുണ്ട് കോട്ടി. കൈ കഴുകി പുറത്തേക്ക് നടക്കുമ്പോൾ അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി. നിഷ, BSc നഴ്സിംഗ്, മൈ ബാർബി ഡോൾ. പോകുമ്പോൾ ഈ നഴ്സിനെ കൂടി ഞാനങ്ങ് കൊണ്ടുപോകും. എൻ്റെ ഭ്രാന്തിനെ തളയ്ക്കാൻ ഒരു നഴ്സിനെ വേണം. മീശ പിരിച്ചു വെച്ചു. അവളെന്ന ഭ്രാന്ത് പ്രണയമായി മുല്ലവള്ളി പോലെ പടർന്നു കയറി. മോനെ, സെറ്റിയിൽ ചാരി കിടക്കുന്നവനെ അരികിലായി വല്യമ്മച്ചിയിരുന്നു. അവൾക്ക് വെളിവും വെള്ളിയാഴ്ചയും ഒന്നുമില്ല. എൻ്റെ കൊച്ച്, അതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. ഡെന്നി അവരുടെ മടിയിലേക്ക് തല ചായച്ചു വെച്ച് കിടന്നു. പപ്പ എന്നെ ഏൽപ്പിച്ച് പോയതാണ് ആ ഹോസ്പിറ്റൽ. ഇന്ന് ഭ്രാന്തന്മാരെ ചികിത്സിക്കുന്ന ഡോക്ടറെന്ന് പറയാൻ എനിക്ക് നാണക്കേടൊന്നുമില്ല. പിന്നെ ചെറിയൊരു ഭ്രാന്ത് എനിക്ക് ഉണ്ടെന്ന് കൂട്ടിക്കോ. പോടാ ചെക്ക. അങ്ങനെയുള്ളവരെ പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് എന്ത് വലിയ കാര്യമാണെന്നറിയോ? നിന്നെ കർത്താവ് തമ്പുരാൻ കാക്കും. ഹാളിലേക്ക് വന്ന നിഷ ഇവരുടെ സംസാരം കേട്ട് ഒന്ന് നിന്നു. ശരിയാ, ചെറിയ വട്ടുണ്ട്. അവളുടെ ചുണ്ടുകൾ വിടർന്നു. എന്താണ്? ഒറ്റയ്ക്കൊരു ചിരി. നിഷ മോൾക്കും ചെറിയ എന്തോ ഇല്ലേ? ഡെന്നി ഡോക്ടറോട് പറയട്ടെ? നീരജ അവളെ ചേർത്ത് പിടിച്ചു. ഏയ്, എനിക്ക് വട്ടൊന്നുമില്ല ആൻറ്റി, ഞാൻ വെറുതെ. അവളുടെ സംസാരം കേട്ടതും ഡെന്നി വല്യമ്മച്ചിയുടെ മടിയിൽ നിന്നും എഴുന്നേറ്റു. ഡെന്നി, ദേ നോക്കി, മാലാഖ കൊച്ചിനെ പോലെ ഉണ്ടല്ലേ. നഴ്സിംഗ് 3rd ഇയർ ആണ്. അവൻ കൂർത്ത കണ്ണോടെ അവളെ തന്നെ നോക്കിയിരുന്നു. മോള് വരുന്നുണ്ടോ മുംബൈക്ക്? ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ജോലി തരാം. അത് വിക്കലോടെ ഡെന്നിക്ക് നേരെ കണ്ണുകൾ പാഞ്ഞു ചെന്നു. അവളുടെ നോട്ടം തന്നിൽ മാത്രം പതിക്കുന്ന നിമിഷം ആ വെള്ളാരം കണ്ണുകളിൽ ചുണ്ടു ചേർക്കാൻ ഹൃദയവും അതരവും ആഗ്രഹിച്ച പോലെ. കട്ടിമീശയ്ക്കും താടിക്കും ഇടയിലെ അവൻ്റെ ചുണ്ടുകൾ പ്രണയത്തോടെ കൂർത്തു. അവൾ പോലും അറിയാതെ. പഠിച്ചിറങ്ങുമ്പോൾ എൻ്റെ കൊച്ചിന് എന്തായാലും ഒരു ജോലി വേണം. നിങ്ങളാവുമ്പോൾ വിശ്വസിക്കാമല്ലോ. കൊണ്ടുപോയിക്കോ, വല്യമ്മച്ചി സന്തോഷത്തോടെ പറഞ്ഞു. അയ്യോ, ഞാൻ പോവില്ല കേട്ടോ. എനിക്കിവിടെ വല്യമ്മച്ചിക്കൊപ്പം നിന്നാൽ മതി. നീർമുത്തുകൾ നിറയുമ്പോൾ കണ്ണുകൾ പവിഴം പോലെ തിളങ്ങി. ഡെന്നി സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു.
അവൾക്ക് അരികിലേക്ക് നടക്കുമ്പോൾ വിറയലോടെ നീരജയ്ക്ക് അടുത്തേക്ക് ചേർന്ന് നിന്നു. അവളെ തന്നെ നോക്കി മുന്നിലേക്ക് നടന്നു. മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറുന്ന കൂട്ടത്തിൽ ഒന്ന് നിന്നു. തിരിഞ്ഞു നോക്കി. നീ സന്തോഷത്തോടെ വരും. എൻ്റെ മാത്രം നഴ്സായി ഡെന്നി ബാർബി ഡോളിനെ മോഹിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകും. നിഷക്കുട്ടി പേടിച്ചു പോയോ? വിറയലോടെ കൈകൾ കൂട്ടിത്തിരുമുന്നവളെ നീരജ വാത്സല്യത്തോടെ പൊതിഞ്ഞു പിടിക്കുമ്പോൾ പതിയെ തല ചരിച്ച് സ്റ്റെപ്പിന് നേർക്ക് നോക്കി. അവൻ്റെ നോട്ടം തന്നിലാണ്. ഡെന്നിയുടെ കണ്ണുകൾ ആഗ്രഹിച്ചതെന്തോ തടഞ്ഞതുപോലെ വല്ലാതെ തിളങ്ങി. ആർ യു റെഡി ടു കം വിത്ത് മീ? അവൻ്റെ ചുണ്ടുകൾ ചലിച്ചു. നിഷയുടെ മുഖം ചുളിഞ്ഞു. മീശയും താടിയും ഇങ്ങനെ വളർത്തിയിട്ടാൽ ചുണ്ടുപോലും അറിയാൻ പറ്റില്ല. അതിനിടയ്ക്ക് എന്താ പറഞ്ഞത്? സംശയത്തോടെ ആ വെള്ളാരം കണ്ണുകൾ അവൻ്റെ മുഖത്താകമാനം ഓടി നടന്നു. സ്റ്റെപ്പുകൾ കയറുന്നവനെ നോക്കി നിൽക്കുമ്പോൾ ഹൃദയത്തിൽ മഞ്ഞ് വീണൊരു സുഖം.